ഇത് എടത്തിരുത്തിയിലെ ഈരയിൽ രാധാകൃഷ്ണൻ. ഈ ആത്മാവ് ഇവിടെ ഉണ്ടാകാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ ചായക്കട നടത്തുന്ന സണ്ണി കരുമാലിക്കൽ നിങ്ങളോട് സംസാരിക്കും. ഓക്കെ. രാധാകൃഷ്ണന് ഇവിടെ നല്ല വെയിൽ വന്നപ്പോൾ ഒരു മരം തൈ, ഒരു മാവും തൈ, ഏറ്റവും അധികം രാധാകൃഷ്ണൻ വെച്ചത് ഒരു ആല് മാത്രമായിരുന്നു. പിന്നെ രാധാകൃഷ്ണൻ തോന്നി ഇത് ആല് മാത്രം പോരാ, ഒരു മാവാണെങ്കിൽ അത് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് പ്രദേശത്തിന് മുഴുവൻ നല്ലൊരു തണൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹത്തോട് രാധാകൃഷ്ണൻ ഇത് തുടങ്ങുകയും കഴിഞ്ഞ പ്രാവശ്യം ഈ മാവ് കായ്ക്കുകയും ചെയ്തു. മാത്രമല്ല ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു. റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ മിഷനറികൾ ഓടുന്നത്. ആ സമയത്തൊക്കെ തന്നെ ഇതിൻ്റെ സംരക്ഷണത്തിൽ രാധാകൃഷ്ണൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിന് ഗുണമാണ് ഈ 2 വർഷം ആകുമ്പോഴേക്കും വളരെ നാടൻ മാവ് ഒരു ഭംഗിയായിട്ട് ഇവിടെ നിൽക്കണം. അതുപോലെ തന്നെ രാധാകൃഷ്ണൻ ഇനിയും കുറേ പ്രൊജക്റ്റുകളുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുന്ന തൈകൾ കൊണ്ടുവയ്ക്കുക, തണലുണ്ടാക്കുക, അങ്ങനെയൊക്കെ ഒരു വലിയൊരു പ്രൊജക്റ്റ് മനസ്സിലിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതൊന്നും അങ്ങനെ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി എല്ലാ ആശംസകളും രാധാകൃഷ്ണന് വേണ്ടി നേരെയാണ്. ഇക്കാര്യത്തിൽ രാധാകൃഷ്ണന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എനിക്കെന്ന് വെച്ചാൽ ഇവിടെ തണൽമരം വേണം, ഒരു മാവ് വേണം, അല്ലെങ്കിൽ മാങ്ങ വേണം എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. എനിക്കല്ലെങ്കിൽ നാട്ടുകാർക്കെങ്കിലും ആവട്ടെ എന്നുള്ളതാണ്. ഓക്കെ, ശരി, താങ്ക് യു.